കൊല്ലം കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിൽ മുഖ്യപ്രതി പിടിയിൽ. അലുവ അതുലാണ് തമിഴ്നാട് തിരുവള്ളൂരിൽ നിന്ന് പിടിയിലായത്. കരുനാഗപ്പള്ളി പോലീസും ഡാൻസാഫും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വധശ്രമ കേസ് പ്രതിയായ സന്തോഷിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് അറസ്റ്റ്. കേസിൽ മറ്റു പ്രതികൾ റിമാൻഡിലാണ്. വിവരങ്ങളുമായി എസ് വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, ഈ ഗുണ്ടാ നേതാവ് ജിം സന്തോഷിനെ കൊലപ്പെടുത്തിയ കേസിൽ ഈ സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷം അലുവ അതുലിനെ, അതായത് കേസിലെ മുഖ്യപ്രതിയെ ആലുവയിൽ വെച്ച് പോലീസ് കണ്ടെത്തിയതാണ്, പിടികൂടിയതാണ്. പക്ഷെ അവിടെ നിന്നും പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് കടക്കുന്നു. പിന്നീട് ആഴ്ചകൾക്ക് ശേഷമാണ് മുഖ്യപ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നത്. ഈ അന്ന് ആലുവയിൽ നിന്നും കടന്നു കളഞ്ഞ ജിം സന്തോഷ് ഈ തമിഴ്നാട്ടിലേക്ക്, ഇന്ന് പിടിയിലായ തിരുവള്ളൂരിലേക്ക് കടക്കുകയായിരുന്നു. അവിടെ ഒളിവിൽ കഴിയുകയായിരുന്നു. തീർച്ചയായും ടോം, അങ്ങനെ തന്നെയാണ്. ടോം ഇപ്പൊ സൂചിപ്പിച്ച പോലെ തന്നെ മാർച്ച് 27-നാണ് ഈ ഒരു കൃത്യം നടക്കുന്നത്. അതിനുശേഷം ഇന്നേ ദിവസമാണ് പിടിയിലായിരിക്കുന്നത്. ഏകദേശം ഒരു 21 ദിവസം പിന്നിടുന്നു. ഇതിലെ പ്രധാന പ്രതിയാണ് അലുവ അതിൽ എന്നറിയപ്പെടുന്ന ക്രിമിനൽ. അലുവ അതിലിനെ പിടികൂടിയിരിക്കുന്നു. തമിഴ്നാട് തിരുവള്ളൂരിൽ നിന്നാണ് പിടികൂടിയത്. കരുനാഗപ്പള്ളി പോലീസും ഡാൻസഫ് ടീം നടത്തിയ ഒരു പരിശോധനയിലാണ്, അതിരഹസ്യമായുള്ള ഒരു ഓപ്പറേഷനിലാണ് ഇയാളെ വലയാക്കിയിരിക്കുന്നത്. തിരുവള്ളൂരിൽ ഒരു ക്ഷേത്രത്തിന് സമീപം ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും കരുനാഗപ്പള്ളി പോലീസ് പിടികൂടി ഇപ്പോൾ സ്റ്റേഷനിലേക്ക് ഉള്ള യാത്രയിലാണ് അലുവ അതിൽ. നമുക്കറിയാം, കൂടെയുള്ള കൂട്ടുപ്രതികളെല്ലാം തന്നെ പിടികൂടിയിട്ടുണ്ട്. 6 പ്രതികൾ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ കേസിലെ പ്രധാന പ്രതിയാണ്, നേരിട്ട് കൃത്യം നടത്തിയ പ്രതിയാണ് അലുവ അതിൽ. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി കൂടിയാണ്. ഇയാൾ പിടിയിലായതോടുകൂടി ഈ കേസിൽ കൂടുതൽ വ്യക്തത വരുന്നതോടൊപ്പം തന്നെ സമാനമായ മറ്റ് കേസുകളിലും കൂടുതൽ വ്യക്തത വരാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന പ്രതികളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണമായിരുന്നു. പക്ഷേ പോലീസിനെ കുടുക്കിയ മറ്റു ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് ഈ അലുവ അതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരുപാട് പോലീസിന് തലവേദന സൃഷ്ടിച്ചിരുന്നു ടോം. അതായത് അലുവ അതിൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. അലുവ അതിൽ ആലുവയിൽ നിന്നും രക്ഷപ്പെട്ടപ്പോൾ തന്നെ അയാളുടെ ഫോൺ, അതുപോലെ തന്നെ അയാളുടെ കുടുംബം എല്ലാം കാറിൽ ഉപേക്ഷിച്ചാണ് അയാൾ ഒളിവിൽ പോയത്. അങ്ങനെ അലുവ അതിന് വേണ്ടിയുള്ള തെരച്ചിലുകൾ നടത്തിയിരുന്നു. പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലായിരുന്നു. അത് ഇങ്ങനെയാണ്. അലുവ അതിനോടൊപ്പം തന്നെ മുൻപ് ജയിൽവാസം അനുഭവിച്ച പ്രതികളിൽ നിന്നും ചില വിവരങ്ങൾ പോലീസ് ശേഖരിച്ചിരുന്നു. അങ്ങനെയാണ് ഈ തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുന്ന ചില രഹസ്യ വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. എന്തായാലും വലിയൊരു ഓപ്പറേഷനിലോടുകൂടി ഈ ക്രിമിനലിനെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ടോം ഇപ്പോൾ നമുക്ക് പങ്കുവെക്കാനുള്ളത്. നേരത്തെ ഈ കേസിലെ എല്ലാ പ്രതികളും, അതായത് ഈ അലുവ അതുൽ ഒഴികെ മറ്റെല്ലാ പ്രതികളെയും പോലീസിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പിടികൂടാൻ കഴിഞ്ഞിരുന്നു. ഇവിടെ പോലീസിന്റെ അന്വേഷണത്തിൽ വലിയ വീഴ്ചകൾ ഉൾപ്പെടെ ഉണ്ടായതല്ലേ തുടക്കം മുതൽ? അതായത് ഈ കൊട്ടേഷൻ നൽകിയ പങ്കജ് മേനോനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടെന്ന് പറയുന്നു. അത് CPI-യുമായി ബന്ധമുണ്ടെന്ന് ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. അങ്ങനെ ഈ അലുവ അതുലും നാടുവിടാനുള്ള, രക്ഷപ്പെടാനുള്ള, ഒളിവിൽ പോകാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് അത് പോലീസിന്റെ വീഴ്ചയല്ലേ വിനീഷ്? തുടക്കത്തിൽ തന്നെ പോലീസിന് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നൊരു കേസ് കൂടിയാണ് ഇത്. സംഭവത്തിൽ പോലീസിന്റെ അടുത്തുനിന്ന് പ്രതികൾ ഓടി രക്ഷപ്പെട്ട സാഹചര്യം തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ടോം. അതായത് കൃത്യം നടന്ന ദിവസം പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു വൈറ്റ് ഇന്നോവ കാറിൽ ഇവർ രക്ഷപ്പെടുകയും ഇവർ ഒരു ക്ഷേത്രത്തിന് സമീപം കാർ ഉപേക്ഷിച്ചിട്ട് കടന്നുകളയും ചെയ്ത സമയത്ത് പോലീസ് ഇവരെ പിന്തുടർന്നു. പോലീസ് ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. അത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് സ്പെഷ്യൽ അന്വേഷണ ടീം രൂപീകരിക്കുകയും അങ്ങനെ അന്വേഷണത്തിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്തത്. അത് ഏറ്റവും കൂടുതൽ ഫലം ചെയ്തു എന്നുള്ളതാണ്. അടിക്കടി പ്രതികൾ പിടിയിലായി. ഈ കൃത്യം നടന്ന ദിവസം തന്നെ 2 പേർ പിടിയിലായിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലായിട്ട് കൂട്ടുപ്രതികളടക്കം പിടിയിലായി. അതുപോലെ തന്നെ ഈ കൃത്യം ആസൂത്രണം ചെയ്ത പ്രതി പിടിയിലായി. ഇവരിൽ നിന്നെല്ലാം നിർണായക വിവരങ്ങൾ പോലീസിന് ലഭ്യമായിരുന്നു. പക്ഷേ എന്നാലും പ്രധാന പ്രതിയെ പോലീസിന് പിടികൂടാൻ സാധിച്ചിരുന്നില്ല. പ്രധാന പ്രതി കാണാമറയത്ത് തന്നെയായിരുന്നു. എന്തായാലും പ്രധാന പ്രതിയിലേക്ക് ഇപ്പോൾ പോലീസ് അന്വേഷണം എത്തിയിരിക്കുന്നു. പ്രധാന പ്രതിയെ പിടികൂടിയിരിക്കുന്നു. കൂടുതൽ അന്വേഷണത്തിലേക്കും അതുപോലെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്കും ഇനി പോലീസ് കടക്കാൻ പോകുന്നു. അതോടുകൂടി കൂടുതൽ വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കരുനാഗപ്പള്ളി ജിം സന്തോഷ് വധക്കേസിലാണ് മുഖ്യപ്രതി ഒളിവിൽ പോയ അലുവ അതുലിനെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.